Okay, good morning, dears. All of you mark your attendance. Good morning. Mark your attendance. Page number. Okay, page number. Miss in the 21 ആണ്. നിങ്ങൾ 22 ആണോ നോക്കിയേ? വായിക്കാം എഴുതാം. 22 ആണോ? 22. Okay, കരടി, നഖം എന്നൊക്കെയുള്ള പേജ് 22. അപ്പോ okay, all of you take your page number 22. Take page number 22. Okay, all of you listen. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് വായിക്കാം എഴുതാം അല്ലേ? അതിൽ നമ്മൾ വായിക്കാം എഴുതാം, വായിക്കുകയും ചെയ്യണം, അതോടൊപ്പം എന്ത് ചെയ്യണം? എഴുതുകയും. അപ്പോ ക വ്യഞ്ജനാക്ഷരങ്ങളില് ഫസ്റ്റ് ലെറ്റർ ആയ ക എന്ന അക്ഷരം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ക, കണ്ണ്, കരടി. ഓക്കെ, ക. ഓക്കെ, എങ്ങനെ എഴുതുന്ന പറഞ്ഞേ? പഠിച്ചോ? നോക്കി എല്ലാവരും. അപ്പൊ ആദ്യം തന്നെ ആ ഡോട്ട് കംപ്ലീറ്റ് ചെയ്യുക. കരടി താഴെ എഴുതിയിട്ടുണ്ടോ? കരടി. അപ്പൊ കരടീന്ന് എഴുതാ. എന്നിട്ട് എന്ത് ചെയ്യണം? ക എന്ന അക്ഷരമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ വ്യഞ്ജനാക്ഷരങ്ങൾ നമ്മൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. മക്കൾ ഓരോ അക്ഷരങ്ങളും പഠിച്ചു തന്നെ മുമ്പോട്ട് പോവാട്ടോ. ക എന്ന അക്ഷരം. അപ്പൊ സ്വരാക്ഷരങ്ങൾ മറക്കാൻ പാടില്ല, ചില്ലക്ഷരങ്ങൾ മറക്കാൻ പാടില്ല, ചിഹ്നങ്ങളും മറക്കാൻ പാടില്ല. ഇപ്പൊ നമ്മള് വ്യഞ്ജനാക്ഷരങ്ങൾ. ഓക്കെ, വെരി ഗുഡ് ജാനകി. ക എഴുതിയിട്ടുണ്ട് ജാനകി അല്ലെ? എല്ലാവരും എഴുതി കാണിച്ചേ മിസ്സിനെ ഒന്ന്. ടേക്ക് യുവർ സ്ലേറ്റ് ആൻഡ് റൈറ്റ് ക. വെരി ഗുഡ് സായക്സിനി. ഓക്കെ, ക മാത്രം എഴുതിയാൽ മതി. ഓക്കെ, വെരി ഗുഡ് ഹർഷാൽ. ഓക്കെ, മാർട്ടിൻ ഷനോജ്, വെരി ഗുഡ്. ദിയ പ്രമോദ്, വെരി ഗുഡ്. അപ്പൊ എല്ലാവരും എഴുതിയോ? സയാൻ, ഗായത്രി, അഫിയ, നിഹാര, നിഹാൽ എഴുതി കാണിച്ചേ മിസ്സിനെ. ഫാത്തിമ എഴുതി അല്ലേ? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. കായും പഠിച്ചു സായക്ക്. ക മുഖം എന്നുള്ള നെക്സ്റ്റ് ക അല്ലേ? ഓക്കെ, നമ്മൾ ആ രണ്ടക്ഷരമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലെ? കായും കായും. ഓക്കെ, വെരി ഗുഡ് ഗായത്രി, വെരി ഗുഡ്. നല്ല മക്കളാണ്, ഗുഡ് സ്റ്റുഡൻസ് ആണ്. എല്ലാരും എഴുതിയിട്ടുണ്ട്, എഴുതാൻ പഠിച്ചിട്ടുണ്ട് അല്ലെ? ദിയ പ്രമോദ്, വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഒന്നുകൂടി നമുക്ക് നോക്കാം. ഓക്കെ, ഓൾ ഓഫ് യു സർ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച രണ്ടക്ഷരങ്ങൾ ഫസ്റ്റ് മിസ് ചെയ്തു. ക, കരടി എന്നുള്ളതിന്റെ ഫസ്റ്റ് ലെറ്റർ ആയ ക നമ്മൾ പഠിച്ചു. വെരി ഗുഡ്. നമ്മൾ എങ്ങനെയാ കായിടുന്നെന്ന് പറഞ്ഞു അല്ലേ? ഒരു നീളമുള്ള 0 ഇട്ടു, നെക്സ്റ്റ് ഇവിടുന്ന് ഇങ്ങനെ ചെവുപോലെ കൊടുത്തു, ഉള്ളിലേ എടുത്തു, പുറത്തേക്ക് എടുത്തു അല്ലെ? നെക്സ്റ്റ് നമ്മൾ ഖ എങ്ങനെയാ? നമ്മള് എ എന്ന ചിഹ്നം പഠിച്ചിട്ടുണ്ട്. ഇത് എന്ത് ചെയ്യണം? ഇങ്ങനെ നീട്ടി മുകളിലേക്ക് വരച്ചു. ഇതാണ് ഖ, മുഖം അല്ലെ? ഇവിടെ എന്താ കൊടുത്തത്? നഖം. അപ്പൊ കാക്ക പഠിച്ചു എല്ലാവരും? നെക്സ്റ്റ് വൺ നമുക്ക് ഇന്ന് പഠിക്കാനുള്ള ഏതാണെന്നറിയോ? മൂന്നാമത്തത് കണ്ടോ ഇവിടെ? ഗദ. ഗദ അറിയോ നിങ്ങൾക്ക്? ഗദ. ഇതാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ഈ അക്ഷരാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. ഗദ. അപ്പൊ ഈ ഡോട്ട് നിങ്ങൾ പിന്നീട് കംപ്ലീറ്റ് ചെയ്യണേ. ഡോട്ടിന്റെ മുകളിലെ ഗദ എന്ന് എഴുതി പഠിക്കണം. നെക്സ്റ്റ് നമുക്ക് ഇന്ന് ഗദ എന്നതിന്റെ ഫസ്റ്റ് ലെറ്റർ ആയ ഗ പഠിക്കണം. നോക്കിയേ മക്കള്, ഗ എങ്ങനെ എഴുതണം? ഇങ്ങനെ എടുത്തു, ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുപോയി താഴേക്ക് വെച്ചു. അപ്പൊ എങ്ങനെ എഴുതിയത്? ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇങ്ങനെ ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ എടുത്ത് യു എഴുതുമ്പോൾ, ഇംഗ്ലീഷിൽ യു എഴുതുമ്പോലെ എഴുതി. എന്നിട്ട് എന്ത് ചെയ്തു? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? ഇംഗ്ലീഷിൽ യു എന്ന അക്ഷരം എഴുതി. എന്നിട്ട് എന്ത് ചെയ്യണം? സെക്കൻഡ് ട്രിപ്പിന് എന്താ ചെയ്യേണ്ടത്? ഓക്കെ, താഴോട്ട് റാ എഴുതുമ്പോലെ വരും. ഓക്കെ, മനസ്സിലായോ മക്കൾക്ക്? ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങനെ എടുത്ത് യു എഴുതി താഴോട്ട് വെച്ചു.
ഗ ഗ സിമ്പിൾ ആയിട്ട് സോഫ്റ്റ് ആയിട്ട് പറയേണ്ടതാണ് ഗ അല്ലെ. ഖ പറയുമ്പോൾ നമ്മൾ കുറച്ച് കടുപ്പത്തിലാണ് പറയുന്നത് അല്ലെ, കുറച്ച് സ്ട്രെസ് കൊടുത്തിട്ടാ പറയുന്നത്. ഖ മുഖം എന്നുള്ള ഖ. നെക്സ്റ്റ് നമ്മൾ എങ്ങനെയാ പറയേണ്ടത് അറിയാം, ഗ സിമ്പിൾ ആയിട്ട് അല്ലെ. ആ വെരി ഗുഡ്. ഇവിടെ ദയാൻ എന്റെ എഴുതിയിട്ടുണ്ട് കാക്ക ഗക്ക ങ വരെ. ഓക്കെ, അപ്പൊ നമ്മളിപ്പം പഠിച്ചത് ഗ ഗദ ഗണപതി എന്നൊക്കെ എഴുതാ ഈ ഗ ഉപയോഗിച്ചാണ്. വെരി ഗുഡ് വെരി ഗുഡ്, സൂപ്പർ. അപ്പൊ ഗ പഠിച്ചോ മക്കളെ അല്ലേ? ഓക്കെ, എല്ലാരും എഴുതണേ, കൊറേ പ്രാവശ്യം ഇങ്ങനെ എഴുതും, അപ്പൊ പഠിക്കും. ഓക്കെ, പഠിച്ചോ? ജാനകി എഴുതിയിട്ടുണ്ട്. ഓക്കെ ഉണ്ടോ? ആദ്യം നമ്മൾ ഇങ്ങനെ എഴുതി, എന്നിട്ട് ഇങ്ങനെ താഴേക്ക് വെച്ചു അല്ലേ? പഠിച്ചല്ലോ എല്ലാവരും? അപ്പൊ ഗ ഗണപതി. അപ്പൊ നമ്മളവിടെ 3 വേർഡ്സ് പഠിച്ചത് ക കരടി, ഖ നഖം, ഗ ഗദ. ഇനി 4ാമത്തേലേക്ക് പോവാം. എല്ലാരും പഠിച്ചോ നോക്കട്ടെ? എല്ലാവരും എഴുതിയിട്ട് നോക്കട്ടെ. ആ വെരി ഗുഡ്. മാർട്ടിൻ പഠിച്ചോ? മാർട്ടിൻ ക ഖ ഗ 3 പഠിച്ചോ? വെരി ഗുഡ്. ഓക്കെ ഓക്കെ. ആയിഷ, അഫിയ അഫിയ പഠിച്ചോ? ഗായത്രി, ജാനകി, മനു, ദിയ, പ്രമോദ്. നെക്സ്റ്റ് ഹർഷാൻ, കൃഷാൻ, നിഹാരി, നിഹാൽ, വെരി ഗുഡ്. സായ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ള ഏതാ? അടുത്ത പിക്ചർ നോക്കി. എന്താണ് ഇതെന്താ പിക്ചർ കാണുന്നത്? What is this? ഘടികാരം അല്ലെ. നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും? ക്ലോക്ക് അല്ലെ, സമയം നോക്കുന്ന സാധനം അല്ലെ, നമ്മളെ സമയം നോക്കുന്നത്. അപ്പോ ഘടികാരം എന്നാണ് മലയാളത്തിൽ പറയുക അല്ലെ. ക്ലോക്ക് എന്നായിരിക്കും നിങ്ങൾ പറയുന്നുണ്ടാവുക, ക്ലോക്ക് അല്ലെ. സമയം നോക്കാൻ നമ്മൾ വീടിന്റെ എല്ലാം ഫ്രണ്ടിൽ ഇങ്ങനെ തൂക്കാറുണ്ട് അല്ലെ. അപ്പൊ ഘടികാരം, അതിനെന്താ പറയുക മലയാളത്തില്? ഘടികാരം. പറഞ്ഞു നോക്കിയേ എല്ലാവരും. ഘടികാരം. ആ ഖാക്ക് കുറച്ച് സ്ട്രെസ് കൊടുക്കണം കേട്ടോ. ഖ നമ്മൾ ആദ്യം പറഞ്ഞ ക, നെക്സ്റ്റ് ഖ ഗ, ഘടികാരം. ഓക്കെ, അപ്പൊ ഘടികാരത്തിന്റെ ഫസ്റ്റ് ലെറ്ററായ ഖ നമുക്ക് എഴുതാം. ഖ. അപ്പൊ 4ാമത്തത് ഖയാണ് നമ്മളിപ്പോ എഴുതുന്നത്. 3 നമ്മൾ എഴുതി. കവർഗങ്ങളില് 4ാമത്തതാണ് നമ്മൾ എഴുതുന്നത്. ഇങ്ങനെ. ഓക്കെ, വെരി ഗുഡ്. ഇങ്ങനെ എഴുതി, ഇങ്ങനെ എടുത്തു, ഇവിടെ വെച്ചു, താഴേക്ക് എടുത്ത് നേരെ കൊണ്ടുപോയി മുകളിൽ. അപ്പൊ എങ്ങനെ എഴുതി നോക്കിയേ? പ എഴുതി, ഒരു ലായും എഴുതി അല്ലെ. ഇവിടെ എങ്ങനെയുള്ളത് നോക്കിയേ? പ നമുക്കറിയാം അല്ലെ. പ എഴുതി, എന്നിട്ട് എന്ത് ചെയ്തു? ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതിലേ കൊണ്ടുവന്ന് ഒരു ലാ എഴുതി. ഉണ്ടോ? അപ്പൊ പായും ലായും കൂടി ഉള്ള ഒരു മിക്സാ ഇവിടെ വരുന്നത്. അപ്പൊ ഖായാണ് ഘടികാരം. ക്ലോക്കിനെ പറഞ്ഞ ഘടികാരം അല്ലെ. ക്ലോക്കിനെ നമ്മള് മലയാളത്തിൽ പറഞ്ഞാണ് ഘടികാരം. അപ്പോ ഘടികാരം എന്നുള്ള കവർഗങ്ങളിൽ നമ്മൾ കവർഗങ്ങളാണ് ഇപ്പൊ പഠിക്കുന്നത്. കാക്ക ഗാക്ക ങ, അതാണ് കവർഗങ്ങള്, 5 അക്ഷരങ്ങൾ. അതില് നമ്മൾ പഠിക്കുന്ന ഇപ്പൊ 4ാമത്തെ ഖ. ഓക്കെ, ക ഖ ഗ ഖ. ഓക്കെ, വെരി ഗുഡ്. ജാനകി, മനു എഴുതിയോ മക്കൾ എല്ലാവരും? ക കൊറേ തവണ എഴുതി നോക്കിയേ, എന്നാലേ മറക്കാതിരിക്കൂ കേട്ടോ. ക. ഓക്കെ, എല്ലാവരും എഴുതിയോ? ഖ ഘടികാരം, മേഘം. ഓക്കെ, വെരി വെരി ഗുഡ്, സൂപ്പർ ആയിട്ട് എഴുതുന്നുണ്ടേ. അപ്പൊ നമ്മള് കവർഗങ്ങളില്, വ്യഞ്ജനാക്ഷരങ്ങളില് കവർഗങ്ങളില് ക ഖ ഗ ഖ. ഓക്കെ, റിഷാനൊക്കെ ങ വരെ എഴുതി. വെരി ഗുഡ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ വ്യഞ്ജനാക്ഷരങ്ങള്? ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് വൺ അല്ലെ. കവർഗങ്ങളില് ലാസ്റ്റ് ഏതാക്ഷരം? ങ അല്ലെ. ങ. സേ ആൻഡ് റൈറ്റ്. എല്ലാവരും നിങ്ങൾ പറഞ്ഞുകൊണ്ട് എഴുതണേ. ങ. ങയാണ് നമുക്ക് അടുത്തത് ലാസ്റ്റ് നമ്മൾ എഴുതുന്നത് അല്ലെ. എന്താണ്? വെരി ഗുഡ് ഗായത്രി. ഓക്കെ, ങ. അപ്പൊ നമുക്ക് ഇനി എഴുതേണ്ടത് ങയാണ്
അല്ലേ? ഓക്കെ, ങ എങ്ങനെ എഴുതി നോക്കിയ മക്കള്? ഇങ്ങായല്ല കേട്ടോ, ങ. തേങ്ങ എന്നുള്ളിടത്ത് എഴുതിയ ങായല്ല എഴുതേണ്ടത്, ഇതാണ് ങ. ഈ ങായാണ് എഴുതേണ്ടത് കേട്ടോ. കാക്ക ഗ ങ. ഒന്നുകൂടി എഴുതി കാണിച്ചു തരാം. നമ്മൾ എങ്ങനെ എഴുതേണ്ടത് അറിയോ? ഏ ചിഹ്നിട്ടു, എന്നിട്ട് എന്ത് ചെയ്യണം? ഏ ചിഹ്നം നിങ്ങൾക്ക് അറിയുന്നതാണ്. അതിന്റെ മുകളിലേ തന്നെ ഇങ്ങനെ കിട്ടിയോ? ഒന്നുകൂടി എഴുതി കാണിച്ചതാ മിസ്. ഏ ചിഹ്നിട്ടു, ഇതിന്റെ മുകളിൽ തന്നെ ഞാൻ എഴുതുമ്പോൾ വളക്കണ്ടിരിക്കുന്നു. നമ്മൾ ആ എഴുതുമ്പോ പഠിച്ചത്. ഓക്കെ, എഴുതിയോ? അപ്പൊ കവർഗങ്ങളില് 5 എണ്ണ ഉള്ളത്. ക ഖ ഗ ഘ ങ അല്ലേ? ഓക്കെ, പറഞ്ഞോണ്ട് എഴുതണേ മക്കള്. ങായാണ് ഇപ്പൊ നമ്മള് എഴുതി. ങ, തേങ്ങ, മാങ്ങ. അവിടെ ഇങ്ങ എന്ന കൂട്ടക്ഷരാണ് വരുന്നത്. തേങ്ങ എഴുതുമ്പോ നമുക്ക് ങ എന്ന അക്ഷരമാണ് നമുക്ക് പഠിച്ചത്. ഓക്കെ, എല്ലാവരും എഴുതിയോ? അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു? ക ഖ ഗ ഘ ങ. ഗ ഖ ങ. പറഞ്ഞു നോക്കിയ എല്ലാവരും. ക ഖ ഖ ഗ ഘ ങ അല്ലെ? ക ഖ ഗ ഘ ങ. അപ്പൊ നമ്മൾ കവർഗങ്ങളെ പഠിച്ചോ എല്ലാവരും? അപ്പൊ ഒന്നുകൂടി നമുക്ക് 5 അക്ഷരം എഴുതാം. എഴുതി നോക്കിയേ. വേഗം എഴുതിയേ. കാക്ക ഗ ഘ ങ. ക കരടി എന്നുള്ള ക എഴുതുക. നെക്സ്റ്റ് നഖം എന്നുള്ള ഗ എഴുതുക. അടുത്ത ഗദ എന്നുള്ള ഗ എഴുതണം. ഘടികാരം എന്നുള്ള ക എഴുതുക. ങ എന്നുള്ള തേങ്ങ എന്നുള്ള ങ. ഓക്കെ, പറഞ്ഞോണ്ട് എഴുതിയ മക്കള്. എഴുതുന്തോറും പറഞ്ഞേ, അല്ലെങ്കിൽ എഴുതാൻ പഠിക്കും, അക്ഷരങ്ങൾ പറയാൻ പഠിക്കില്ല കേട്ടോ. ആ മാർട്ടിൻ, വെരി ഗുഡ്. നെക്സ്റ്റ് ആഫിയ, വെരി ഗുഡ്. ഖ ഖ ഗ ഘ ങ. സൂപ്പർ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു? ക കരടി, ഖ നഖം, ഗ ഗദ, ഘ ഘടികാരം, ങ തേങ്ങ. വായിച്ചു നോക്കിയ എല്ലാവരും. കരടി, നഖം, ഗദ, ഘടികാരം, തേങ്ങ. ക ഖ ഗ ഘ ങ. 5 അക്ഷരങ്ങള് നമ്മൾ പഠിച്ചു അല്ലെ? പഠിച്ചില്ലേ എല്ലാവരും? യെസ് ഓർ നോ? യെസ്. അത് താഴെ എഴുതിയ സ്ലൈറ്റിൽ ഇപ്പതാ റിഷാനിലെ നല്ല നീറ്റിൽ എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്. താഴെ 2 പ്രാവശ്യം എഴുതി. ഓക്കെ, വെരി ഗുഡ്. എന്താണ് ഫാത്തിമ, തുമ്മലൊക്കെ ഉണ്ടോ? ഓക്കെ ഗായത്രി, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ? ഹർഷാൽ എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്. അടുത്ത ജാനകി, വേഗം എഴുതി. ഖ ഖ ഗ ഘ ങ. വെരി ഗുഡ്. അടുത്ത ദിയ കുട്ടി എഴുതിയോ? സായക്, സിനീഷ്, ഗായത്രി, വെരി ഗുഡ്. ആഫിയ എഴുതുന്നില്ലേ മോളെ? മാർട്ടിൻ, വെരി ഗുഡ്. കൊറേ പ്രാവശ്യം എഴുതിയ. നിഹാര, നിഹാൽ എഴുതിയില്ലേ? നിഹാര എഴുതുന്നുണ്ട്. ആ, വെരി ഗുഡ്. ആ, കൊറേ പ്രാവശ്യം എഴുതണം കേട്ടോ നിഹാലേ. നല്ല നീറ്റാവും കേട്ടോ. അപ്പൊ കാക്ക, സായക്ക്, വെരി ഗുഡ്. പട്ടിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. സൂപ്പർ ആയിട്ട്. ക ഖ ഗ ഘ ങ. വെരി ഗുഡ്. പഠിച്ചോ? കവർഗങ്ങൾ പഠിച്ചോ നമ്മള്? യെസ്, എഴുതി. അപ്പൊ ക, ഒന്നുകൂടി ആ പേജ് വായിക്കാം മിസ്. ക കരടി. എന്താണ് ഫസ്റ്റ് വൺ? ഉറക്കെ പറഞ്ഞ എല്ലാവരും. ക കരടി, ഖ നഖം, ഗ ഗദ, ഘ ഘടികാരം, ങ തേങ്ങ.
വെരി ഗുഡ്. ഓക്കെ, മനസ്സിലായോ? കരടി, നഖം, ഗദ, ഘടികാരം, തേങ്ങ. ഇത്രയാണ് പഠിച്ചത്. കാക്ക കാക്കാങ്ങ എന്ന 5 അക്ഷരം പഠിച്ചിട്ടുണ്ട്. കവർഗങ്ങള് എന്താ പറയാ? കാക്ക കാക്കാങ്ങ എന്നുള്ളതിന് എന്ത് പറയും? കവർഗങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഏതാണ് അക്ഷരം പഠിക്കേണ്ടത് അറിയോ? നിങ്ങൾക്ക് ചായ ആണ് പഠിക്കേണ്ടത് അല്ലെ? അതിനു മുന്നേ നമ്മൾ ഇത്രയും നേരം പഠിച്ചത് കൊണ്ട് ഒരു പാട്ടുണ്ട് അല്ലേ? ഭയങ്കരമായിട്ട് സ്ട്രെസ് ചെയ്ത് പഠിക്കുമല്ലേ നിങ്ങള്? അപ്പൊ ഒന്ന് റിലാക്സ് വേണ്ടേ? ആ, അതിനു വേണ്ടി നെക്സ്റ്റ് പേജ് എടുത്തേ മക്കള്. നെക്സ്റ്റ് പേജ് 23 ആയിരിക്കും നിങ്ങളിതിൽ അല്ലേ? 23. ഓക്കെ, ലിസൺ. തത്തമ്മേ പൂച്ച പൂച്ച. തത്തമ്മേ, എന്താ അതിന്റെ ഹെഡിങ് എഴുതിയിട്ടുള്ളത്? താഴെ എഴുതിയിട്ടുണ്ട്. ഇത്ത നിങ്ങൾ പഠിച്ചിട്ടില്ല അല്ലെ? കൂട്ടക്ഷരം. തത്തമ്മേ പൂച്ച പൂച്ച അല്ലെ? അതിൽ കുറെ കൂട്ടക്ഷരങ്ങളാണ് വരുന്നത്. നമുക്ക് നോക്കാം പാട്ട് അല്ലേ? തത്തി തത്തി തത്ത നടന്നു കൊത്തിയെടുത്തു വിത്തെല്ലാം. പമ്മി പമ്മി പൂച്ച വരുന്നു അയ്യോ തത്തേ പാറിക്കോ. കൊത്തിയ കതിരും ചുണ്ടിലെടുത്ത് തത്ത പറന്നു പറ പറ പറ. അതാണ് വരികൾ അല്ലേ? കവർഗങ്ങള് മൊത്തം നിങ്ങൾ പഠിച്ചു. കാക്ക കാക്കാങ്ങ. അപ്പൊ കൊറേ നേരമായിട്ട് മക്കള് നല്ലതുപോലെ അധ്വാനിച്ചു അല്ലെ? അതുകൊണ്ടൊരു പാട്ടാണ്, നല്ല സിമ്പിൾ ആയ പാട്ട്. എന്ത്? തത്തി തത്തി തത്ത നടന്നു കൊത്തിയെടുത്തു വിത്തെല്ലാം. പമ്മി പമ്മി പൂച്ച വരുന്നു അയ്യോ തത്തേ പാറിക്കോ. കൊത്തിയ കതിരും ചുണ്ടിലെടുത്ത് തത്ത പറന്നു പറ പറ പറ. കിട്ടിയോ? ആൻസർ ഒന്നുകൂടി വായിക്കാം. തത്തി തത്തി തത്ത നടന്നു കൊത്തിയെടുത്തു വിത്തെല്ലാം. എന്താ മനസ്സിലെ? തത്തി തത്തി തത്ത നടന്നു കൊത്തിയെടുത്തു വിത്തെല്ലാം അല്ലെ? എന്താ ചെയ്തേ? തത്തി തത്തി തത്ത നടന്നു അല്ലെ? തത്ത കൊത്തിയിട്ട് പറക്കുന്ന പിക്ചർ ഉണ്ടാവും. അപ്പൊ തത്തി തത്തി തത്ത നടന്നു കൊത്തിയെടുത്തു വിത്തെല്ലാം. പിന്നെയോ? പമ്മി പമ്മി പൂച്ച വരുന്നു. എങ്ങനെയാ വരുന്ന പൂച്ച? പമ്മി പമ്മി. ഇതെന്താ ഈ പമ്മി പമ്മല്? ഒളിച്ചൊളിച്ച് പാട്ട് വരും അല്ലെ? ആ, പമ്മി പമ്മി പൂച്ച വരുന്നു. നിങ്ങൾ ഒളിച്ചു കളിക്കാറില്ലേ? എന്നിട്ട് ഇങ്ങനെയാ പമ്മി വരും അല്ലെ? ഒളിച്ചൊളിച്ച് കാറ്റ് കാണാല്ലേ അല്ലെ? അതേ. അയ്യോ തത്തേ പാറിക്കോ. ഇനിയോ? കൊത്തിയ കതിരും ചുണ്ടിലെടുത്ത് തത്ത എന്ത് ചെയ്തു? പറന്നു. എങ്ങനെ? പറ പറ പറ. ചിറകിനെ അടിച്ച് പറന്നു പറഞ്ഞു അല്ലേ? ഓക്കെ, പഠിച്ചെല്ലാവരും? അറി റെഡി? എല്ലാവരും കൂടെ നമുക്ക് പാടാവുന്നേ. ഉഷാറായി ഇരുന്ന് പാടിയേ. പഠിക്കോ എല്ലാരും? തത്തി തത്തി തത്ത നടന്നു കൊത്തിയെടുത്തു വിത്തെല്ലാം. കൊത്തിയെടുത്തു വിത്തെല്ലാം. പമ്മി പൂച്ച വരുന്നു. പമ്മി പമ്മി അയ്യോ തത്തേ പാറിക്കോ. കൊത്തിയ കതിരും ചുണ്ടിലെടുത്ത്. കൊത്തിയ കതിര് ചുണ്ടിലെടുത്തിട്ട് എന്ത് പറഞ്ഞു? തത്ത പറഞ്ഞു. എങ്ങനെയാ? പറ 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 അല്ലെ? ചെറുതൊക്കെ അടിച്ചിട്ട് പറ. ആ, ഇതാ ഫാത്തിമ പറക്കുന്നുണ്ട് ഇപ്പൊ അല്ലേ? ഓക്കെ, പഠിച്ചെല്ലാവരും? നമുക്ക് പാടാം. ഓക്കെ. തത്തി തത്തി തത്ത നടന്നു കൊത്തിയെടുത്തു വിത്തെല്ലാം.
പമ്മി പമ്മി പൂച്ച വരുന്നു അയ്യോ തത്തേ പാറിക്കോ കൊത്തിയ കതിരും ചുണ്ടിലെടുത്ത് തത്ത പറന്നു പറ പറ പറ. ഓക്കെ, എന്താ ഈ തത്തയുടെ നിറം? തത്തക്ക് എന്താണ് കളറ്? വിച്ച് കളർ? പച്ചയാണ്, ഗ്രീൻ അല്ലേ? ഗ്രീൻ, ആ പച്ച കളർ. ആ പഠിക്കോ. ആര് പഠിച്ചേ? ആരാ പഠിച്ചേ? ആരാ ഇപ്പൊ ഒറ്റക്ക് പാടാൻ തയ്യാറായിട്ടുള്ളത്, റെഡി ആയിട്ടുള്ളത്? ഹർഷാല. ഓക്കെ ഹർഷാല, അങ്ങോട്ട് ഇത് പഠിക്കും. വെരി ഗുഡ്. പമ്മി പമ്മി പൂച്ച വന്നു അയ്യോ തത്തേ പാടിക്കോ കൊത്തിയ കടിയിലും ചുണ്ടിലെടുത്തു തത്ത പറന്നു പഴ പഴ പഴ. വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ പാടുന്നേ? തത്തമ്മേ പൂച്ച പൂച്ച എന്നുള്ള പാട്ട് ഫാത്തിമായ. വെരി ഗുഡ്. തത്തി തത്തി കത്തി നടക്കും തത്തി തത്തി തത്ത നടന്നു കൊത്തിയെടുത്തു വിത്തെല്ലാം. പമ്മി പമ്മി പൂച്ച വരുന്നു അയ്യോ തത്തേ പാറിക്കോ പാററ പറയറ പാറിക്കോ. കൊത്തിയ കതിരും ചുണ്ടിലെടുത്ത് തത്ത പറന്നു പറ പറ പറ. ഓക്കെ, വെരി ഗുഡ് ഗായത്രി. തത്തി തത്തി തത്ത നടന്നു കൊത്തിയെടുത്തു വിത്തെല്ലാം. പമ്മി പമ്മി പൂച്ച വരുന്നു അയ്യോ തത്തേ കൊത്തിയ കതിരും ചുണ്ടിലെടുത്ത് തത്ത പറന്നു പറ പറ പറ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ പാടുന്നേ? ജാനകി മണി. തത്തി തത്തി നടന്നു കൊത്തിയെടുത്തു വിത്ത് കൊത്തി 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 കൊത്തിയെടുത്തു വിത്തെല്ലാം. പമ്മി പൂച്ച വരുന്നു അയ്യോ തത്തേ പായിക്കോ കൊത്തിയ കതിരിലെടുത്ത് ചൂണ്ടിലെടുത്ത് തത്ത പറന്നു പറ പറ പറ. തത്ത പറഞ്ഞു പഴ പഴ പഴ. വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ പാടുന്നേ? ഉഷ. വെരി ഗുഡ്. തത്ത നടന്നു കൊത്തിയെടുത്തു പമ്മി പമ്മി പൂച്ച വന്നു അയ്യോ തത്തേ പാറിക്കോ കൊത്തിയ കതിരും ചുണ്ടിലെടുത്ത് തത്ത പറഞ്ഞോ പറ പറ പറ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ പാടുന്നേ? അടുത്ത ആരാ പാടുന്നേ? അടുത്ത ആരാ പാടുന്നേ? 2-3 മിണ്ടാതിരിക്കുന്നുണ്ടല്ലോ അവിടെ 3-4 പേര്. സായക്സി. തത്തി തത്തി തത്ത നടക്കുന്നു കൊത്തിയെടുത്തു വിത്തെല്ലാം. പമ്മി പമ്മി പൂച്ച നടന്നു
പമ്മി പമ്മി പൂച്ച വരുന്നു. അയ്യോ തത്തേ പാലിക്കോ. കൊത്തിയ കതിർ ചുണ്ടിലെടുത്ത് തത്ത പറന്നു പറ പറ പറ. വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് ആരാ പാടുന്നേ? അടുത്ത ആരാ പാടുന്നേ? നിഹാലിന്റെ അവിടെ മിണ്ടാതിരിക്കണേ. സയാൻ ആരാ പാടുന്നേ? സയാൻ. ഓക്കെ, വെരി ഗുഡ്. സയാൻ, can you hear me? എനിക്ക് പാടാൻ അറിയില്ല. ആർക്കാ പാടാനാത്ത? സയാനിയാ. ഞാൻ പഠിപ്പിക്കാം, പാടിക്കോ. തത്തി തത്തി തത്ത നടന്നു, തത്തി തത്തി തത്ത നടന്നു, കൊത്തിയെടുത്തു വിത്തെല്ലാം, കൊത്തിയെടുത്തു വിത്തെല്ലാം, പമ്മി പമ്മി പൂച്ച വരുന്നു, തമ്മി തമ്മി പൂച്ച വരുന്നു, അയ്യോ തത്തേ പാറിക്കോ. അയ്യോ തത്തേ പാറിക്കോ. കൊത്തിയ കതിരും ചുണ്ടിലെടുത്ത്, കൊത്തിയ കതിരും കൊത്തിയ കതിരും ചുണ്ടിലെടുത്ത് എടുത്തു തത്ത പറന്നു പറ പറ പറ. തത്ത നടന്നു പറ പറ പറ. തത്ത പറന്നു, തത്ത പറക്കുലയുവാ. നിഹാൽ, വെരി ഗുഡ് ജയൻ. നിഹാൽ പാടിയേ. നിഹാലെ അൺമ്യൂട്ട് ചെയ്തേ. തത്തി 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 തത്ത നടന്നു, കുത്തിയെടുത്തു വിത്തെല്ലാം, പമ്മി 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 പൂച്ച വന്നു, അയ്യോ തത്തേ അയ്യോ തത്തി പറന്നു, പാറിക്കോ. കൊത്തിയ കതിരും ചൂണ്ടയിലെടുത്ത് ആ തത്ത പറന്നു പറ പറ പറ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് നിഹാര. തത്തി തത്തി തത്ത നടന്നു, കുത്തിയെടുത്തു വിത്തെല്ലാം, കൊത്തി പൂച്ച പമ്മി പമ്മി പൂച്ച വന്നു, അയ്യോ തത്തേ പാറിക്കോ. കൊത്തിയ ചരം കുഞ്ചിലെടുത്ത് തത്ത പറഞ്ഞു പറ പറ പറ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ദിയ. ദിയ കുട്ടി. തത്തി തത്തി തത്ത വളർന്നു, തത്തി തത്തി തത്ത നടന്നു, തത്ത നടന്നു, കൊത്തിയെടുത്തു വിത്തെല്ലാം, കൊത്തിയെടുത്തു വിത്തെല്ലാം, പമ്മി പമ്മി പൂച്ച വരുന്നു, പൂച്ച വരുന്നു, അയ്യോ തത്തേ പാറിക്കോ. കൊത്തിയ കതിരും ചുണ്ടിലെടുത്ത് തത്ത പറന്നു പറ പറ. പറ പറ പറ. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ എല്ലാരും പാടിയോ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മുടെ തത്തമ്മേ പൂച്ച പൂച്ച എന്ന റൈംസ് ആണ് ഇപ്പൊ പഠിച്ചത് അല്ലേ? നെക്സ്റ്റ് നമുക്ക് ഒന്നുകൂടി ഉണ്ട്. കീരി കീരി കിണ്ണം താൻ. നിങ്ങൾ അക്ഷരങ്ങളൊക്കെ പഠിച്ച് താഴ്ന്നുകൊണ്ട് 2 റൈംസ് അവിടെ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? തത്തമ്മേര് നല്ല പാട്ടല്ലേ? അപ്പൊ എല്ലാവരും പഠിക്കണേ. നെക്സ്റ്റ് നമുക്ക് ഏതാ പഠിക്കാനുള്ളത്? കീരി കീരി കിണ്ണം താ. വായിച്ചു നോക്കാം അല്ലേ? കീരി കീരി കിണ്ണം താ, കിണ്ണത്തിലിട്ട് കിലുക്കിത്ത, കല്ലും മണ്ണും പൊക്കിത്ത, കല്ലായി പാലം കടത്തിത്ത. അല്ലെ? എന്താണ് കിരി കിരി കിണ്ണെന്താന്നുള്ള പാട്ട്? നല്ല വിറ്റിട്ടല്ലേ സായൊക്കെ? കീരി കീരി കിണ്ണെന്താ, കിണ്ണത്തിലിട്ട് കിലുക്കിത്ത, കല്ലും മണ്ണും പോക്കിത്ത, കല്ലായി പാലം കടത്തിത്ത. ആണ് നോക്കിയ കീരിപ്പാട്ട്.
കീരി കീരി കിണ്ണം താ കിണ്ണത്തിലിട്ട് കിലുക്കിത്ത കല്ലും മണ്ണും പൊക്കിത്ത കല്ലായി പാലം കടത്തിത്ത. കീരി കീരി കിണ്ണം താ കിണ്ണത്തിലിട്ട് കിലുക്കിത്ത കല്ലും മണ്ണും പൊക്കിത്ത കല്ലായി പാലം കടത്തിത്ത. പഠിച്ചാ? വായിച്ച് പഠിക്കണേ. അപ്പൊ ആ ഒരു റൈംസും കൂടെ പഠിച്ച് നമുക്ക് അടുത്ത ചാച്ചാ ചാച്ചാ എന്നുള്ള സവർഗങ്ങളാണ് പഠിക്കാനുള്ളത് അടുത്ത ക്ലാസ്സിൽ. അപ്പോ ഈ പാട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി പഠിക്കാം അല്ലെ? രണ്ടാമത്തെ എല്ലാം കൂടെ ഒന്നരപ്പാടെ ആവണ്ട അല്ലെ? അപ്പോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിന്റെ എന്ത് ചെയ്യാം, സവർഗങ്ങൾ പഠിക്കാം. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച കവർഗങ്ങള് നല്ലതുപോലെ എഴുതി പഠിക്കണം മക്കള് സ്ലേറ്റില്. വ്യഞ്ജനാക്ഷരങ്ങൾ സ്റ്റാർട്ട് ചെയ്താണ്. അപ്പൊ എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവും അല്ലെങ്കില്. അപ്പൊ അല്ല കാക്ക കാക്ക പഠിക്കണം. കാക്കരടി, ഖ നഖം, ഗ ഗദ, ഖ ഘടികാരം, ങ തേങ്ങ. ഇത്രയും വേർഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. തത്തമ്മേ പൂച്ച പൂച്ച എന്നൊരു സോങ്ങും പഠിച്ചു അല്ലേ? അപ്പോ മക്കൾ എന്ത് ചെയ്യണം? ഇന്ന് അക്ഷരദീപത്തില് വ്യഞ്ജനാക്ഷരങ്ങളിൽ ഉണ്ടാവും. അത് ഇതിന്റെ താഴെ കാക്ക ഗാഖ ഈ 5 എണ്ണം നിങ്ങൾ എഴുതണം. ഓക്കെ. അതിൽ പഠിച്ചതിന് ശേഷം മക്കൾ എന്ത് ചെയ്യണം? ചൂലൈൻ ബുക്കിലും അത് ഫോളോ ചെയ്യണം കേട്ടോ. ഓക്കെ ആണോ? റെഡിയാണോ എല്ലാവരും? എഴുതോ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എന്ത് ചെയ്യണം മക്കളെ? ചൂലൈൻ ബുക്കിൽ എഴുതിയോ? വെരി ഗുഡ് ഫാത്തിമ. അതേപോലെ നമ്മുടെ കർസീവ് ബുക്കിൽ ഉണ്ടാവും വ്യഞ്ജനാക്ഷരങ്ങള്. ഒന്ന് മറിച്ചു നോക്കണം. ചിലപ്പോ ഓർഡറിലായിരിക്കണം എന്നില്ല, നിങ്ങൾ ഇപ്പൊ എഴുതിയതിന്റെ ബാക്കി ആയിരിക്കണം എന്നില്ല. വ്യഞ്ജനാക്ഷരങ്ങൾ ഉണ്ടാവും. മിസ്സിന്റെ എഴുതിയപ്പോ ഇല്ല, ജസ്റ്റ് കാണിച്ചു തരണം. ചൂലൈൻ ബുക്കിലും എഴുതണം. നമ്മുടെ അക്ഷരദീപം എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്. അക്ഷരദീപം നിങ്ങൾക്ക് ബി ഉണ്ടാവും ഇപ്പൊ അല്ലെ? അതിൽ എഴുതാം. അപ്പൊ അതിൽ വ്യഞ്ജനാക്ഷരങ്ങൾ ഉണ്ടാവും. ആദ്യമായിരിക്കും ചിലപ്പോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അത് എഴുതണം മക്കള് കേട്ടോ. എല്ലാം കുറെ ഒന്നിച്ച് എഴുതിയൊന്നും വേണ്ട. ആ കാക്ക ഗാഖ ഈ 5 അക്ഷരങ്ങൾ എഴുതാം. ഓക്കെ ഓക്കെ അല്ലേ എല്ലാവരും? അപ്പൊ സ്ലേറ്റിൽ നന്നായി എഴുതി പഠിക്കും വേണം, മറക്കാൻ പാടില്ല കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് കാക്ക ഉണ്ട് ഉണ്ടോ ചായക്ക്? ചായക്ക് അതിന്റെ താഴെ കാക്ക ഗാഖ എഴുതിയാൽ മതി കേട്ടോ. അപ്പൊ അത് തന്നെ നിങ്ങൾ ചൂലൈൻ ബുക്കിൽ എഴുതിയാൽ എന്ത് ചെയ്യും? ആദ്യ സ്ലേറ്റിൽ എഴുതി പഠിച്ചു, അതിനുശേഷം അക്ഷരദീപത്തിൽ എഴുതി, അത് കഴിഞ്ഞ് ചൂലൈൻ ബുക്കിൽ എഴുതുമ്പോൾ എന്ത് ചെയ്യും? മക്കൾക്ക് തറവ് കാണാതെ എഴുതാൻ പറ്റും അല്ലേ? അപ്പൊ വ്യഞ്ജനാക്ഷരങ്ങൾ നമ്മൾ 5 അക്ഷരങ്ങൾ കവർഗങ്ങൾ പഠിച്ചിട്ടുണ്ട്. നന്നായി മക്കളത് പഠിച്ചു. ഓക്കെ, ബൈ ബൈ, സി യു, ബൈ Bye, Miss. Bye, Miss. Bye. Thank you, Miss. Bye. ഓക്കെ, ബൈ. Thank you, Miss. വൈകിട്ട് പിന്നെ Bye.